ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് ഞാൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ വീണ ചേച്ചീൻ്റെ ആലു പറാത്ത റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വീണ ചേച്ചീൻ്റെ പേര് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആലു പറാത്ത ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് വീണ ചേച്ചീൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. പിന്നെ ഞാൻ മുന്നേ ആലു പറാത്ത തയ്യാറാക്കിയത് ഇങ്ങനെയല്ലായിരുന്നു. അപ്പോൾ വീണ ചേച്ചി പറഞ്ഞ പോലെ ആലു പറാത്ത തയ്യാറാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് സൂപ്പർ ടേസ്റ്റി ആലു പറാത്തയാണ് കിട്ടിയത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ വീണ ചേച്ചീൻ്റെ പേര് പറഞ്ഞിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആലു പറാത്ത തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടിയ ഇൻഗ്രീഡിയൻറ്റ് ഉരുളൻകിഴങ്ങാണ്. അപ്പം ഞാൻ അത് കുക്കറിലിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് വേവിച്ചത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കുക. ഒട്ടും കട്ടകളുണ്ടാകാൻ പാടില്ല. കട്ടകളില്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ എനിക്ക് കിട്ടിയ നല്ല പൊടിയുള്ള ടൈപ്പ് ഉരുളൻകിഴങ്ങാണ്. അത് ആലു പറാത്ത തയ്യാറാക്കാൻ നല്ല പെർഫെക്റ്റാണ്. കൂടുതലും ആലു പറാത്ത തയ്യാറാക്കാറ് ഇങ്ങനത്തെ ടൈപ്പ് ഉരുളൻകിഴങ്ങ് കിട്ടുമ്പോൾ. പിന്നെ ഞാൻ ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പില്ലാതെയാണ് വേവിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉപ്പും മഞ്ഞളൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് അങ്ങ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഒട്ടും കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. കട്ടകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോരും. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കട്ടകൾ കംപ്ലീറ്റ് കളയാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലൊരു തവി വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്തിട്ടങ്ങ് എല്ലാ കട്ടകളും നന്നായിട്ട് ഉടക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇവിടെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള സവാള അരിഞ്ഞെടുക്കാം. നമുക്ക് പറ്റുന്ന അത്രയും ചെറിയ സൈസിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന രീതിയും വീണ ചേച്ചീൻ്റെ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ചെയ്തുള്ളത്. അത് നല്ലൊരു ഐഡിയ ആണ്. ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യണമെങ്കിലൊക്കെ ഇത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഇങ്ങനെ ആദ്യം ഇങ്ങനെ ചെറുതായിട്ടങ്ങ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാതെ അങ്ങ് നീളത്തിലങ്ങ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിലിങ്ങനെ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടങ്ങ് മാക്സിമം പറ്റുന്ന രീതിയിലങ്ങ് ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയ ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് പാന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ സവാള ഇതിലേക്ക് ചേർക്കണം. ഈ ആലു പറാത്ത തയ്യാറാക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കഴിക്കാനായിട്ട് എക്സ്ട്രാ കറികളൊന്നും ആവശ്യമില്ല. പിന്നെ അച്ചാർ നല്ല കോമ്പിനേഷനാണ് ഈ ആലു പറാത്തയിലേക്ക്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊരു 2 മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർക്കണം. ഞാനിപ്പോൾ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ. പിന്നെ ചേർത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഉപ്പ് ഞാനിവിടെ ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാല തയ്യാറാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് പോകുന്നത് വരെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഉടച്ച് മാറ്റി വെച്ച നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഉരുളൻകിഴങ്ങ് ചേർക്കുമ്പോൾ കട്ട പിടിച്ചിരിക്കും. കാരണം അത് തണുത്ത് പോയതുകൊണ്ട് ആകെ കട്ടയായിട്ടാവും ഇരിക്കുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങൾ പാനിലേക്ക് ഇടുന്നതിന് മുന്നേ ആദ്യം ജസ്റ്റ് ഒന്നും കൂടി ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കിയ മസാലേൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ അത് യോജിച്ച് കിട്ടും.
പിന്നെ നമ്മൾ നേരത്തെ ഉരുളൻകിഴങ്ങ് ഉടച്ച് വെച്ചതിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ പാനിലിട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് ഉടച്ച് കൊടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിലാവണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്താൽ പോരേന്ന്. അത് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല മിക്സിയുടെ ജാറിലിട്ടിട്ട്. പിന്നെ ഞാൻ മുന്നേ ആലു പറാത്ത തയ്യാറാക്കുമ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉടച്ച് വെച്ച ആ പൊട്ടോറ്റയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് വഴറ്റാതെ അങ്ങ് പച്ചയോടെ അങ്ങ് ചേർത്തിട്ട് ആണ് ആലു പറാത്ത തയ്യാറാക്കിയത്. അതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റി ഇങ്ങനെ നമ്മൾ സവാളയൊക്കെ സെപ്പറേറ്റ് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് ഈ ഉരുളൻകിഴങ്ങ് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പുളിക്കായിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആലു പറാത്ത തയ്യാറാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി അവസാനം ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ മല്ലിയിലൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചപ്പാത്തി റോൾ ചെയ്തെടുക്കുമ്പോൾ ചപ്പാത്തി അങ്ങ് പൊട്ടിപ്പോരും. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ആ ചെറുനാരങ്ങയുടെ നീര് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം അതൊരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഈ റെസിപ്പിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചപ്പാത്തി റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ചപ്പാത്തിയുടെ വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല, അപ്പോൾ വീഡിയോ ഒത്തിരി അങ്ങ് ലെങ്തി ആയി പോവും. പിന്നെ ചപ്പാത്തിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനവും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഉരുളകളും അങ്ങ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒരു ചെറിയൊരു സർക്കിൾ ആക്കുക. അപ്പോൾ ഇത്രയുള്ളൊരു സർക്കിൾ മതി ആദ്യം. എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ പൊട്ടോറ്റോൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആലു പറാത്തയ്ക്കുള്ള ഫില്ലിങ് എത്രത്തോളം സ്മൂത്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇതുപോലെ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കുന്ന ഫില്ലിങ്, നല്ല സ്മൂത്തായിരിക്കണം. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആലു പറാത്ത തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ചൂട് മാറിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതാ 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 1 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണ് എന്നുള്ള കണക്കൊന്നുമില്ല. നിങ്ങൾ ചപ്പാത്തിയുടെ സൈസിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് എടുക്കുക. ഇപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ള ചപ്പാത്തിയാണ് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന ടൈമിൽ ഫില്ലിങ് അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കുറച്ചങ്ങ് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ അങ്ങ് എല്ലാ സൈഡിൽ നിന്നും അങ്ങ് ചുരുട്ടിയെടുത്തിട്ട് ഒരു കിഴി പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള ആ മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ട, അത് നമുക്ക് കളയണ്ട, അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതങ്ങ് ലെവൽ ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു ഭാഗം അങ്ങ് കാണാത്ത രീതിയിൽ അങ്ങ് റൗണ്ട് ഒരു ബോൾ പോലെ നമുക്ക് ഇതാക്കിയെടുക്കണം. കൈ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാം അങ്ങ് ബോളാക്കി വെക്കാം. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാ ചപ്പാത്തിയിലേക്കും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ പതിയെ പരത്തിയെടുക്കുക. സാധാ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ സ്പീഡിൽ അങ്ങ് ചെയ്താൽ ഉള്ളിലുള്ള മസാലയൊക്കെ അങ്ങ് പോരും. പിന്നെ നിങ്ങൾ ഒരുപാട് തവണ ചെയ്താൽ നിങ്ങൾ ഇതിൽ എക്സ്പേർട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സ്പീഡിൽ തന്നെ ചെയ്യാം. ഞാൻ ഇങ്ങനെ നല്ല പതിയെ തന്നെയാണ് ഇത് പരത്തിയെടുക്കാറ്, കാരണം ഇത് വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ എക്സ്പേർട്ടൊന്നുമല്ല. എന്നാലും ഉണ്ടാക്കിയ ആലു പറാത്ത ഫെയിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പതിയെ പരത്തിയെടുക്കാം.
ഇതെല്ലാം പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാന് വെക്കുക. അത് ചൂടായതിന് ശേഷം നമുക്ക് ആലു പറാത്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. ലോ ഫ്ലെയിമിലും വെക്കരുത്, ഹൈ ഫ്ലെയിമിലും വെക്കരുത്. അപ്പോൾ ഈ ആലു പറാത്ത വെച്ച് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് അങ്ങ് വെക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു 5-6 സെക്കൻഡ് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാറാണ്. ഇത് ചെയ്യുമ്പോൾ 1 മിനിറ്റ് അങ്ങ് വെക്കുക. എന്നിട്ട് അതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. കറക്റ്റ് 1 മിനിറ്റ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യരുത്. മാക്സിമം ആണ് 1 മിനിറ്റ്. ഇപ്പോൾ ഈ ചുട്ടെടുക്കുന്ന വീഡിയോയിൽ ഞാൻ സ്പീഡ് കൺട്രോളൊന്നും ഇട്ടിട്ടില്ല, അതായത് സ്പീഡ് കൂട്ടുന്ന സംഭവമൊന്നും ഇട്ടിട്ടില്ല. ശരിക്ക് ആലു പറാത്ത ചുട്ടെടുക്കുന്ന ആ ടൈം തന്നെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കാനുള്ള ടൈമായി. തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ബബിൾസൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ആലു പറാത്ത നല്ല പെർഫെക്റ്റ് ആയി എന്നാണ് അതിൻ്റെ മീനിങ്. നമ്മുടെ ഫില്ലിങ്ങൊക്കെ അതിൻ്റെ ഉള്ളിലങ്ങ് ഇരിക്കുന്നുണ്ട്, ഒന്നും പൊട്ടി പുറത്തേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടങ്ങ് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയാലാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിൽ ആക്കി കൊടുക്കണം. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ വേണം ആക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ നെയ്യ് ആക്കി കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആലു പറാത്ത നന്നായിട്ട് വീർത്ത് വരുന്നത് കാണുന്നില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ഇതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഓയിൽ എല്ലായിടത്തേക്കും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പതിയെ ആ ചട്ടുകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ സൈഡിലും അങ്ങ് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ആലു പൊറാത്തയും വീണ ചേച്ചി പറഞ്ഞ പോലെ നല്ല ഫുൽക്ക പോലെ അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് തയ്യാറാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതുവരെ ആലു പറാത്ത തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് ഫെയിൽ ആവില്ല, അത് 100% ഗ്യാരണ്ടിയാണ്. കാരണം ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. നല്ല സിമ്പിളാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ കറികളൊന്നും ആവശ്യമില്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.